നമസ്കാരം. ലോക സമാധാനത്തിന് ഇറാൻ പിടിവാശി എടുക്കുകയാണ്. ഇറാൻ തടസ്സമാണ്. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് മൊത്തത്തിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു. പെട്രോളിന്, ക്രൂഡ് ഓയിലിന് വില കൂടുന്നു. പാചകവാതകം കിട്ടാതിരിക്കുന്നു. സർവ്വതിനും വില കയറാൻ പോകുന്നു. അതായത് ലോകത്തെ ജനജീവിതം ദുരിതമാകാൻ പോകുന്നു. എന്നിട്ടും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറാകുന്നില്ല. പാകിസ്ഥാനിൽ വെച്ച് നടന്നിട്ടുള്ള ആ ചർച്ചയിൽ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയിൽ ഇറാനായിരുന്നു പിടിവാശി എന്ന് ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു. സത്യത്തിൽ എന്താണ് വാസ്തവം? കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഈ ചർച്ചയ്ക്കിടയിൽ സംഭവിച്ചത് എന്താണ്? എന്ത് ചോദിച്ചിട്ടാണ് അമേരിക്കക്കാർക്ക് ഇങ്ങോട്ട് ഹാലളകിയിട്ട് ഇതൊന്നും എവിടെയും എത്തില്ല എന്ന് പറഞ്ഞ് പോകാൻ കാരണം? ഇറാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം, അമേരിക്ക പറയുന്നു സമാധാനം വേണം എന്ന്. ഒന്നാമത്തെ കാര്യം, സമാധാനപൂർവ്വം പോകുന്ന രാജ്യമായിരുന്നു ഇറാൻ. നിങ്ങൾ ഇറാൻ ഒരു ഭീഷണിയാണെന്ന് പറഞ്ഞു പരത്തുന്നതല്ലാതെ ഇറാൻ ആർക്കും ഒരു ഭീഷണി ആയിരുന്നില്ല. ഇറാൻ ആരെയും തോളിൽ ചെന്ന് കയറിയതുമില്ല. എന്നിട്ടും ഇറാന്റെ സമ്പത്ത്, ഇറാന്റെ സാമ്പത്തിക വളർച്ച, അല്ലെങ്കിൽ ഇറാന്റെ എണ്ണ, ഇതൊക്കെ കണ്ടുകൊണ്ട് കൊള്ളയടിക്കാൻ നിങ്ങൾ വന്നതാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ അക്രമം നടത്തിയത്. നിങ്ങൾ അങ്ങനെ ഞങ്ങളെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു. ആ പ്രതിരോധത്തെ ഞങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന അനീതിയായിട്ട്, ലോകത്തോട് ചെയ്യുന്ന അനീതിയായിട്ട് യുദ്ധമായി നിങ്ങൾ വിലയിരുത്തുന്നു. നിങ്ങൾ ചെയ്തതൊക്കെ പുണ്യപ്രവൃത്തി. അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഇതാണ് ഇറാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അതിനോട് ഉപോത്ബലകമായി ചോദിച്ച മറ്റൊരു ചോദ്യം, ഇറാൻ ചോദിച്ചത്, അമേരിക്ക പറയുന്നു സമാധാനം വേണം, ഹോർമൂസ് തുറക്കണം, അങ്ങനെ. അതായത് ഇപ്പോൾ ലോകത്ത് അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. മൊത്തം പ്രതിസന്ധിയിലേക്ക് വന്ന നിലയ്ക്ക് സമാധാനം വേണം, യുദ്ധം നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ സമാധാന ചർച്ച നടക്കുന്നതിനിടയിൽ നിങ്ങൾ യുദ്ധസന്നാഹങ്ങൾ, മിലിറ്ററിയെ ഇറക്കുന്നത്, അതുപോലെ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുന്നത് എന്തിനാണ്? നേരത്തെ ചർച്ച നടത്തിയിരുന്നു. അമേരിക്കയുമായ ചർച്ച നടക്കുന്നതിനിടെയാണ് കയറിയടിച്ചത്. അതായത് ആ ചർച്ചയുടെ ഫലം നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടില്ല. ചർച്ച തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഏകപക്ഷീയമായാണ് ഇറാനെ കയറിയടിച്ചത്. അതുകൊണ്ടാണ് ഇറാനെ പ്രതിരോധിക്കേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സമാധാനത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. അതേസമയം ഇറാൻ വെടിനിർത്തണം, ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതിനൊപ്പം നിങ്ങൾ സൈനിക വിന്യാസം നടത്തുന്നു. അതെന്തിനു വേണ്ടി? ഈ ചോദ്യം ചോദിച്ചത് അമേരിക്കയ്ക്ക് പിടിച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കാല് നക്കി ഷൂസ് നക്കിയുള്ള പരിചയമുള്ളൂ. ഇറാന് അതിന് കിട്ടുന്നില്ല. പിന്നീട് ഇറാൻ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ ആണവ പദ്ധതി കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് ആണവായുധങ്ങളുണ്ട്, അതേപോലെ മറ്റു ആണവ പരീക്ഷണങ്ങളുണ്ട്, അതുപോലെ നിങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി മേഖലകളിലൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ജലശുദ്ധീകരണത്തിനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം നിങ്ങൾ ആണവ ഊർജം ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഞങ്ങളുടെ ജലശുദ്ധീകരണത്തിനും ഒക്കെ വേണ്ടി ഞങ്ങൾക്ക് ഊർജം ആവശ്യമുണ്ട്. ഞങ്ങൾ ഈ ആണവോർജം അതിനുപയോഗിക്കുന്നു. അത് ഇറാൻ ജനതയുടെ അവകാശമാണ്. ആ അവകാശത്തിന്മേൽ നിങ്ങൾ എന്തിനാണ് കടന്നു കയറുന്നത്? പിന്നെ ഒരു ആണവായുധം ഉണ്ടാക്കുമെന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഇസ്ലാം മത വിശ്വാസ പ്രകാരം പോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഷിയ വിഭാഗക്കാരാണ് അവിടെ കൂടുതൽ. സ്വാഭാവികമായിട്ടും നമുക്ക് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ഷിയ വിഭാഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്കാണ്. മാത്രമല്ല, അവരുടെ മേലേക്ക് ഒരു മിസൈൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മിസൈൽ വന്നോട്ടെ, തങ്ങളുടെ തലയിൽ വീണോട്ടെ എന്ന് കരുതിയിട്ട് എവിടെയാണോ മിസൈൽ വീഴുന്നത് അങ്ങോട്ട് മാറിയത് തല കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഇറാനികൾ. രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിച്ച് നടക്കുന്നവർ. അതായത് മരണം രാജ്യത്തിന് വേണ്ടിയായാലും അവരുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ടായാലും മരണം ആഗ്രഹിച്ച് നടക്കുന്നവരെ നിങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് ഇത്രയധികം ഭീഷണി ഉണ്ടായിരുന്ന സമയത്തും അയത്തുള്ള ഖമീനി അടക്കമുള്ളവർ ആരും ബങ്കറിലേക്ക് പോകാത്തത്. അവർ ബങ്കർ ഉണ്ടാക്കിയിട്ടില്ല. ഭയം മുഴുവൻ ഇസ്രായേലിനാണ്. അവിടെയാണ് ബങ്കറെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഇറാന്റെ അക്രമം ഭയന്ന് മുഴുവൻ ആൾക്കാരും ബങ്കറിലായിരുന്നു. ഇപ്പൊ 2 ദിവസത്തെ വെടിനിർത്തലുകൊണ്ട് ഒരു പക്ഷേ ആൾക്കാർ പുറത്ത് ഉണ്ടാകാം. വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. വലിയ പ്രക്ഷോഭമാണ് ബങ്കറിൽ ആണെന്ന് കരുതിയിൽ അവിടെ വന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ ആചാര പ്രകാരം അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് ഹറാമാണ്, ഞങ്ങളത് ചെയ്യില്ല. പക്ഷെ ആ ആണവ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഞങ്ങളുടെ ജലശുദ്ധീകരണ മേഖലകൾ, അതുപോലെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഊർജ്ജ മേഖലകളൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് ചെയ്യും, ഞങ്ങളുടെ അവകാശമാണ്, അതുമേൽ നിങ്ങൾ നിയന്ത്രണം ചെയ്യാൻ വരണ്ട എന്നാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. ഇതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാന്റെ യുറാനിയം വേണം, ഇറാന്റെ എണ്ണയും വേണം. ഇത് രണ്ടിന്റെ കുറെ യുറേനിയം എടുത്തുകൊണ്ട് അങ്ങ് അമേരിക്കക്ക് കൊടുത്തിട്ട് എണ്ണയുടെ നിയന്ത്രണം നിങ്ങൾ കച്ചവടം ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഹാപ്പി. പിന്നെ ഇറാന് മേൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇറാനെ ഏത് വിധത്തിൽ വേണമെങ്കിലും അമേരിക്കയും ഇസ്രായേലിനോട് പ്രൊട്ടക്ട് ചെയ്യും. ഈ 2 കാര്യം ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഈ കള്ളൻ ഇറങ്ങിയിട്ടുള്ളത്.
അവർ പറയുന്നുണ്ടല്ലോ അവിടെ ഇറാനിൽ ഈ എണ്ണയുണ്ട്. ഇപ്പൊ കാർഗ് പിടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കുറെ എണ്ണ ആവശ്യമുള്ള മുഴുവൻ എണ്ണയും കിട്ടും, വിൽക്കാനുള്ള എണ്ണയും കിട്ടും. അതുപോലെ യുറാനിയം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ആണവ പദ്ധതികൾക്ക് ആവശ്യമായ യുറാനിയം കിട്ടും. അപ്പൊ ഇത് രണ്ടും അവിടെ ഉണ്ട്, നമുക്കത് പിടിച്ചെടുക്കാം, നമ്മുടെ കാര്യം നടക്കുമല്ലോ എന്ന്. അതായത് ആരന്റെ മുതലേ നമുക്ക് കൊള്ളയടിക്കാം എന്നാണ് പറയുന്നത്. അവനെ കള്ളനല്ലാതെ അവൻ എന്താ വിളിക്കണ്ടേ? അപ്പൊ ട്രംപ് എന്നൊരു കള്ളനും ഇപ്പുറത്ത് ജനങ്ങളെ സദാ കൊന്നുകൊണ്ടിരിക്കുന്ന നെതന്യാഹു എന്ന് പറയുന്ന ഒരു തീവ്രവാദി, കള്ളനും കൊള്ളക്കാരനുമായിട്ട് ഒരുത്തനും ഒരു തീവ്രവാദിയും കൂടെ ചേർന്നിട്ട് ബാക്കിയുള്ളവരെ എങ്ങനെ അടിക്കുന്നു, എന്നിട്ട് അവർ തന്നെ സമാധാനം പറഞ്ഞുകൊണ്ട് വരുന്നു. അങ്ങനെ സമാധാനം പറഞ്ഞുകൊണ്ട് വരുന്നവർ മറുഭാഗത്തുനിന്ന് യുദ്ധസന്നാഹം ഒരുക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവന്റെ മുതൽമേ കണ്ണുവെച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരെ കുറ്റം പറയുകയും ചെയ്യുന്നു. ഇത് തന്നെയല്ലേ ഇപ്പോ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തുറപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കണ്ട. ഇറാൻ ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല, യുറാനിയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്, അത് ഞങ്ങൾ ചെയ്യും, നിങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഹോർമൂസിന്റെ കാര്യമാണ് അടുത്ത് പറയുന്നത്. ഹോർമൂസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന്റെ ഒരു തുറുപ്പ് ചിട്ടാണ്. ഹോർമൂസിലൂടെ എണ്ണ കടന്നു പോയി കഴിഞ്ഞാൽ ഇറാന്റെ ഈ പ്രതിരോധം അപ്രസക്തമാകും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പിടിച്ചു നിർത്തും. ഇറാനെ സംബന്ധിച്ചിടത്തോളം 10-40 കൊല്ലമായിട്ട് അമേരിക്കയുടെ ഉപരോധത്തില. ഇറാന്റെ സമ്പത്ത് മുഴുവൻ തടഞ്ഞു വെച്ചേക്കാണ്. ഇറാന്റെ സമ്പത്താണ് അമേരിക്ക തടഞ്ഞു വെച്ചേക്കണമെന്ന് മനസ്സിലാക്കണം. അല്ലാതെ അമേരിക്കയ്ക്ക് ഒന്ന് കടം ചോദിച്ചതോ വേറെ എവിടെന്നെങ്കിലും വാങ്ങി വെച്ചേക്കണമെന്നല്ല. ഇറാന്റെ സ്വന്തം പണം ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം. പല രാജ്യങ്ങളെ കൊണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പണം അവർ ചോദിക്കുന്നുണ്ട്, ന്യായമല്ലേ? നമ്മുടെ പണം അക്കൗണ്ടിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കും. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ, നമ്മുടെ രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്, നമ്മുടെ രാജ്യത്തെയാണ് മറ്റാരെങ്കിലും ഒക്കെ അമേരിക്കയും ഇസ്രായേലും തന്നെ നമ്മുടെ രാജ്യത്തോടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വന്നാൽ നമ്മൾ എന്ത് നിലപാടെടുക്കുമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ തീരുമാനമാവും. പക്ഷെ ഇത് മറുഭാഗത്ത് ഇറാൻ ആയതുകൊണ്ടും ഇന്ത്യക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇറാനെ കുറ്റം പറയുന്നു. ഇത് തന്നെയല്ലേ വാസ്തവം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോർമൂസ് കടലെടുക്ക് അമേരിക്കയെ പിടിച്ചു കെട്ടാനുള്ള ഒരു തുറപ്പുച്ചിട്ടാണ്. അതുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല, ഇറാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടെ മിണ്ടാതിരുന്നതാണ്, ഞങ്ങളെ വന്ന് നിങ്ങൾ അടിച്ചതാണ്, ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്, ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ട്, അത് നികത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ചുങ്കം ഭരിക്കും. ന്യായമല്ലേ? ഈ നഷ്ടം മുഴുവൻ വരുത്തി വെച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് കരകയറണ്ടേ? അതിന് പണം വേണ്ടേ? അതിന് ഇറാന്റെ പണം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രീസ് വെച്ച രാജ്യങ്ങളിൽ നിന്ന് ചുങ്കമായിട്ട് അവർ ഈടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനാരെ കുറ്റം പറയാൻ പറ്റുക? അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഒരു പിന്തുണ, ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയാണ്. അവര് തമ്മിൽ ദോസ്തുക്കളാണെന്നേ. ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ആർക്കാ? നമുക്കൊക്കെയാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത്. അവിടെ രാജ്യത്തോ അല്ലെങ്കിൽ ഇറാനോ അവരെ സംബന്ധിച്ചിടത്തോളം അല്ല. ഇപ്പൊ നമ്മൾ പറയുന്നു സിഖ് ഭീകരർ, ഖാലിസ്ഥാൻവാദികളായിട്ടുള്ളവർ ഭീകരന്മാരാണെന്ന് നമ്മൾ പറയുന്നു. ശരിയല്ലേ? ഇപ്പോ കാനഡയിൽ ട്രൂഡോ ഉണ്ടാക്കി വെച്ചുള്ള കുരുക്കും ഇന്ത്യക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ മറന്നിട്ടില്ലല്ലോ. ആ പറയുന്ന സിഖ് ഭീകരർ, സിഖ് മതസ്ഥരക്കാരിയല്ല ഞാൻ പറയുന്നത്, സിഖ് ഭീകരർ, ആ സിഖ് ഭീകരർ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് അവർക്ക് ഖാലിസ്ഥാൻ എന്ന രാജ്യം വേണമെന്ന് പറയുമ്പോൾ അവർ നമുക്ക് ഭീകരവാദികൾ തന്നെയാണ്. അതേസമയം ഖാലിസ്ഥാൻവാദികൾ സ്വയം ഞങ്ങൾ ഭീകരവാദികളാണെന്ന് വിളിക്കും. അവർ പറയും ഞങ്ങളെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമ്മൾ എന്ന് അവർ പറയും. ഇവിടെ ഹിസ്ബുള്ള അടക്കമുള്ള, ഹമാസ് അടക്കമുള്ളവർ നമ്മൾ അവരെ തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും പേര് ചേർത്ത് വിളിക്കുമ്പോൾ അവർ വിളിക്കുന്നത് അങ്ങനെയല്ല, അവരുടെ സഖ്യകക്ഷികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങളുടെ സുഹൃത്തുക്കളെ മേൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തുമേൽ കടന്നു കയറരുത് എന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അവരത് പറയും, അതവർ പറയുന്നു. ഹിസ്ബുള്ളായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വിടണം അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചെയ്യില്ല. ഞാനാണെങ്കിൽ ചെയ്യില്ല. കാരണം നമ്മൾക്ക് 2 സുഹൃത്തുക്കളുണ്ട്, എന്നോട് അവൻ മിണ്ടില്ല, അതുകൊണ്ട് നീ മിണ്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്റെ പണിയാക്കുമെന്ന് പറയും. ഇത് നമ്മൾ പറയുള്ളൂ. അത് തന്നെ ഇറാനും പറയുന്നുള്ളൂ. അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? അതിനല്ലേ പറയേണ്ടേ? ലെബനൻ ആയാലും മറ്റെവിടെ ആയാലും അങ്ങോട്ട് കയറി ഇസ്രായേലും അമേരിക്കയും കയറി അടിച്ചതിന്റെ അടിയാണ് അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇങ്ങോട്ട് കയറി അടിക്കണില്ല. അവരുടെ നിലനിൽപ്പ് ഈ പറയുന്ന ഭീകരന്മാരായിട്ടുള്ള 2 കള്ളന്റെയും കൊള്ളക്കാരന്റെയും ഈ ഭീകരന്റെയും എന്താ പറയാ കാലിന്റെ അടിയിൽ അവർ ഞെരിഞ്ഞ വരുമ്പോൾ അവർ പ്രതിരോധിക്കുന്നു. അങ്ങനെ പ്രതിരോധിക്കുന്നവരെ ഇറാൻ പിന്തുണയ്ക്കുന്നു. ഇവിടെ നോക്കൂ, ഇറാൻ പറയുന്നത്, ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഭരണാധികാരിയെ നിങ്ങൾ വധിച്ചു. 2ാമത്തെ ദിവസം തന്നെ മുഴുവൻ ഭരണാധികാരികളെയും വധിച്ചു കഴിഞ്ഞു. വല്ലാത്തൊരു ഞെട്ടാണ് ലോകത്തിൽ. 10-40 പേര് അതിലങ്ങോട്ട് മരണപ്പെട്ടു എന്നുള്ളതാ. ആരും ഒളിച്ചിരുന്നില്ല. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയതുള്ള ഖമേനി അടക്കമുള്ളവർ. അതിനുശേഷം നടന്നാണ് അതിലും വലിയ ക്രൂരകൃത്യം എന്ന് പറയുന്നത്. ഒരു സ്കൂളില് പിഞ്ചുകുട്ടികൾ, ആ പിഞ്ചുകുട്ടികളുടെ പഠിക്കുന്ന സ്കൂളിന്റെ മുകളിൽ ബോംബിട്ട കുട്ടികൾ മുഴുവൻ മരിച്ചു. പിന്നെ സ്ത്രീകളുടെ മേൽ, മറ്റുള്ളവരുടെ മേൽ ഇങ്ങനെ കൊന്ന് രസിക്കുകയാണ്. അത് ലോകം കാണട്ടെ എന്ന് കരുതി തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു വലിയ വിമാനം തന്നെ എടുത്ത് ആ വലിയ വിമാനത്തിൽ ഈ യാത്രക്കാരായിട്ടുള്ള ഈ ചർച്ചയ്ക്ക് വരുന്നവരും ബാക്കിയുള്ള സീറ്റിൽ മുഴുവൻ ഈ കുട്ടികളുടെ ബാഗും ഷൂസും അവരുടെ ഫോട്ടോസും ഒക്കെ വെച്ചുകൊണ്ട് അവർ വന്നത് ലോകം കാണട്ടെ,
ആരാണ് യഥാർത്ഥ ഭീകരൻ? ഇറാൻ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടല്ലേ അതിന്റെ ആ ഒരു വിഷമം ലോകത്തിന് മനസ്സിലായത്. ഇല്ലെങ്കിൽ ആര് മനസ്സിലാക്കാനാ? അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇറാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറാൻ അവരുടെ പരമാധികാര രാജ്യത്തിന്റെ ഭരണവുമായി ആ ജനതയുമായി മറ്റാർക്കും യാതൊരു ശല്യവുമില്ലാതെ കഴിഞ്ഞുപോയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ കടന്നു കയറി ആക്രമിച്ചത് കൊണ്ട് അതിന് സമാധാനം പറയേണ്ട ഉത്തരവാദിത്വം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണ്. ഇസ്രായേലും അമേരിക്കയുമാണ് വിട്ടുവീഴ്ച നിലപാടുകൾ എടുത്തുകൊണ്ട് ഇറാന്റെ സമ്പത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാന്റെ സമ്പത്ത് ഇറാന് വിട്ടുകൊടുത്തുകൊണ്ട് ഇറാന്റെ പരമാധികാരം അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറാനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഈ കടുംപിടുത്തം അങ്ങോട്ട് ഒഴിവാക്കേണ്ടത്. അല്ലാതെ ഇറാൻ മാറുകയല്ല. ഇറാനെ നയത്തിൽ പിടിച്ചു നിർത്തുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും മറുഭാഗത്തൂടെ യുദ്ധസന്നാഹം നടത്തുകയും ചെയ്യുമ്പോൾ ഇറാൻ ആരെയും വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല. ആരും ചെയ്യില്ല. ചുരുക്കം പറഞ്ഞാൽ ഇറാന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ വഴങ്ങാൻ പോകുന്നില്ല. ഞങ്ങൾ തുടക്കം മുതലുള്ള നിലപാട് തന്നെ എടുക്കും. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അത് മാത്രമല്ല, ഞങ്ങളുടെ ഇറാന്റെ പരമാധികാരവും മറ്റും സംരക്ഷിക്കാൻ, ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും അവർ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ രാജ്യത്തിന്റെ ഇറാൻ എന്ന രാജ്യത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് ഇറാൻ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് തീവ്രവാദമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കടുംപിടുത്തമെന്നോ വിളിക്കാൻ സാധിക്കുക? Different angles. Don't forget to subscribe and support this channel.